രാമേട്ടാ രാമേട്ടാ എന്തോ ചായ കുടി. ചായ കണ്ട ഞാൻ വിചാരിച്ചേ നീ പോടി വിടും, നീ ആ ഫ്ലോ കളഞ്ഞു. എന്തോ സ്വപ്നം കണ്ട? ഞാൻ നമ്മളെ ഹണിമൂൺ കുളു മണാലിയിൽ കൂടെ ഞാൻ മഞ്ഞത്തൂടെ നിരങ്ങി വരെയായിരുന്നു. ചായ കുടി. ക്ലൈമാക്സ് എന്തായിരുന്നു? എന്തോന്നിട്ട് കുളു മണാലി. ചായ വെച്ചിട്ട് പറഞ്ഞുതരാം. ക്ലൈമാക്സ് എന്തോന്നറിയാമോ? പറ. എന്തോന്ന്? താഴോട്ട് ഇറങ്ങി വാ. താഴോട്ട് ഇറങ്ങി വരാ? അവിടെ രവിയാണ് എൻ്റെ അടുത്ത് പിന്നീട് പോലും ഇല്ല. അടുത്ത് പോയിട്ട് മൈൻഡ് ചെയ്യണ്ട. ഉള്ള കള്ളം എല്ലാം കൂടെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വന്ന് പറയാൻ പറ്റിയ വാർത്ത. മിണ്ടണില്ല. ചായ എടുക്കാൻ പോയപ്പോഴേ അവിടെ ഉണ്ടായിരുന്നു. മിണ്ടണില്ല. ടീച്ചറിനടുത്ത് പറഞ്ഞു പറയാത്തുണ്ട്. ഉള്ള കള്ളം എല്ലാം കൂടെ പറഞ്ഞപ്പോ ആലോചിക്കണമായിരുന്നു. എന്തായിരുന്നു? ദുബായിലിന് ഷേക്കാണെന്ന് മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ കേട്ടാ. ഇങ്ങനെ നടന്നാൻ പറ്റൂല. മര്യാദയ്ക്ക് ഒരു ജോലി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നിനക്ക് എന്ത് പെണ്ണ? എനിക്ക് മനസ്സിലാവണില്ല. എന്ത് എടീ, ജോലിക്കൊന്നും പോണില്ലേ? സ്നേഹിച്ച പെണ്ണെ കല്യാണം കഴിച്ച് ലോകം കീഴടക്കിയ സന്തോഷത്തിരിക്കുന്ന ഒരുത്തനെ ആക്കിയിട്ട് പറയാൻ കൊള്ളാന്ന വർത്തനാണോ നീ രാവിലെ ഒന്ന് പറയണത്? സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് അത് വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പറ്റൂല. കല്യാണം കഴിച്ച പെണ്ണിനെ നന്നായിട്ട് നോക്കണം. എന്നാ എനിക്ക് അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. പിന്നെ നോക്കണം. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും. നിന്നെ അറിയാമോ? പിന്നെ നമ്മൾ ശരിക്കും ഹണിമൂണിന് പോണണ്ടാ? പിന്നെ പോണ്ടേ? എന്നാലേ നമുക്ക് റിങ്കയും പിങ്കയും കൂടെ കൊണ്ടുപോയാലാ? ഒരോടും പോയിട്ടില്ല. ഈ രവിയാണ് ഒരിടം കൊണ്ടുപോയിട്ടില്ല. മണിച്ചേച്ചിയും അണ്ണനോടെ കൊണ്ടുപോകും. അവരും ഒരിടത്തും പോയിട്ടില്ല. എന്നാ പിന്നെ മണിക്കുട്ടാണ്ണനെയും കൂടെ വിളിക്കാം. നമുക്കൊരു വലിയ വണ്ടി വിളിച്ചാലാ? ട്രാവലർ വിളിക്കാം. മറ്റേ ബാക്കിൽ വലിയ പുല്ല കൊണ്ടുപോകാൻ ട്രാക്ടർ വിളിച്ചാൽ ആകുമ്പോ ബാക്ക് ഡാൻസ് കളിച്ചു പോവാം. എന്റെ പെണ്ണെ ഹണിമൂണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് മാത്രം പോണാണ്. നീ ഇത് എവിടെ നിന്ന് പറഞ്ഞത്? ചായ മനുഷ്യ അതിലൊക്കെ ഉണ്ട്. ഞാൻ പോട്ടാ. ഓ എണീറ്റ് വാ, കുളിക്ക്. അവിടെ പോണേ നീ. അയ്യേ എന്തൊരു ചിരി? കൊറേ നേരമായല്ലോ മോളെ കയറി പോയിട്ട് ചായ കൊണ്ട്. അണ്ണൻ ദേഷ്യത്തിലാ? വിഷയം മാറ്റിയതാണോ? പറ, ദേഷ്യത്തിലാണോ? സീരിയസ് ആയിട്ടാ? ചേട്ടപ്പുറത്തുണ്ട്. നിനക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യപ്പെട്ടിട്ട് എന്തോന്ന് കാര്യം? എല്ലാം സ്വന്തമായിട്ട് അങ്ങ് ചെയ്തല്ലോ. ആരുടെ ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. അങ്ങ് തീരുമാനിച്ചു, കല്യാണം നടത്തി ഇങ്ങ് പോന്നു. കല്യാണം കഴിച്ചു എന്നങ്ങ് പറയുകയും ചെയ്തു. എടി, എനിക്കും അറിയത്തില്ലായിരുന്നു ഇപ്പൊ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. ഞാൻ അറിഞ്ഞോ? നീ എന്നെ പറ്റിയോ പിള്ളേരെ പറ്റിയോ ഒന്നും വിചാരിക്കണ്ട. സ്വന്തം ആങ്ങളെ പറ്റി വിചാരിക്കണായിരുന്നോ? എടി, ഞാൻ അറിയുന്ന താലിയും പേഴ്സി വെച്ചാണ് നടക്കുന്നത്. ഞാൻ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് താലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്ന. രവിയേട്ടന് ഒരുപാട് ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന്. ഒരിക്കൽ പ്രശ്നമായതാണ്. അതുകൊണ്ട് നിന്നെ സന്തോഷത്തിൽ നല്ല രീതിയിൽ എല്ലാവരും വിളിച്ചറിയിച്ച് നടത്തേണ്ടതായിരുന്നില്ലേ? കല്യാണം ഇപ്പൊ എങ്ങനെ നടന്നാ എന്താ? സന്തോഷമായിട്ട് ജീവിക്കണം, അതല്ലേ വേണ്ടേ? ഓക്കെ, ആ കല്യാണത്തിന്റെ കാര്യമൊക്കെ വിട്. അവന് ജോലി ഇല്ല എന്നുള്ള കാര്യം നീ അറിഞ്ഞു, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞില്ല. എന്തുകൊണ്ട്? അന്നേരം ഇപ്പോഴും സംശയമുണ്ടോ? എങ്ങനെ നടക്കും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ? എടീ, എന്റെ അടുത്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കി തരൂലായിരുന്നോ? മിക്കവാറും നടക്കും. പെൻഷൻ പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യേ? എടി, അത് നടന്നു, സന്തോഷം, അടിപൊളി, അത് മതി. എടി, ഇത് ചെറിയ പ്രശ്നമായിട്ടാണ് നീ കണക്കാക്കി വെച്ചിരിക്കുന്നത്. കല്യാണം കഴിക്കുന്ന ആൾക്ക് ജോലി ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ജോലിയും പൈസയും വെച്ചിട്ടാണ് മനുഷ്യന്മാരെ അളക്കുന്നത്. എന്ത് പാവോടി, എന്ത് സ്നേഹത്തിൽ എല്ലാവരുടെ അടുത്തും ഇടപെടുന്ന, അത് ചിന്തിച്ചാ പോരെ? സ്നേഹം മാത്രം മതിയാവും, ഒന്നും വേണ്ടേ? എനിക്ക് സ്നേഹം മാത്രം മതി. ഈ റോഡിൽ കൂടെ പോണ ഒരുത്തിന്റെ സ്വഭാവം അളക്കാനായിട്ട് അവൻ നന്നായിട്ട് പെരുമാറുന്നുണ്ടോ, നല്ല സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. പക്ഷെ സ്വന്തം പെങ്ങളെ കെട്ടിച്ച് വിടുമ്പോഴേ അവന് ജോലിയും കൂലിയൊക്കെ വരുമാനം ഒക്കെ ഉണ്ടോ നോക്കണം. നീ സോൾവ് ചെയ്യാൻ ഒരു വഴി പറഞ്ഞു തരുന്ന അടി ഉണ്ടാക്കുന്ന എനിക്ക് ഇനി പ്രശ്നം സോൾവ് ചെയ്ത് പുറകെ കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ പോവും. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഇതിന്. രാമനൊരു ജോലി, അത് മാത്രം മതി. അത്രല്ലേ ഉള്ളൂ? അത് ഞാൻ ശരിയാക്കാം. നീ രവിയേട്ടനോട് പോയി സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ? ദോശ തരൂ.
തിന്ന്. ഞാൻ അവരെ വിളിച്ചിട്ട് വരാമേ. ഇത് ചുമ്മാ ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചേക്കാം, ചട്നി കരച്ച് വെച്ചേക്കാം. ഇത് വെറുതെ കഴിക്കാം. മെയിൻ ചെല്ല് നീ ടേബിളിലെടുത്ത് വെക്കണേ. കുറുകി നിൽക്കണോടെ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.